അപ്പൊ ഇത് വലിയ തോതിൽ നമ്മുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളെ നാനാതരത്തിൽ ബാധിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കി, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതികളെയല്ലേ ജനങ്ങൾ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ഭരണസമിതികൾ ഇന്ന് തികച്ചും നോക്കുകുത്തികളായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു കാര്യവും അവർക്ക് നടത്താൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോഴാണ് ഇവിടെ ചില കോൺഗ്രസിന്റെ ചിലവരൊക്കെ തന്നെ നടന്ന് ചില പ്രസ്താവനകളൊക്കെ മാധ്യമങ്ങളെ കണ്ടു കൊടുക്കുന്ന ഒരു സ്ഥിതിയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തെങ്കിലും ഒരു ഉളുപ്പ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടെങ്കിൽ എന്തിനാണ് വസ്തുതകൾ മൂടി വെച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി തയ്യാറാവുന്നത്? ഇപ്പോ ചെറുപ്പളശ്ശേരിയിലൊന്നും കോൺഗ്രസ്, ആ ചെറുപ്പളശ്ശേരിയിലെ കോൺഗ്രസുകാർക്കൊന്നും തന്നെ ചാനലുകാരെ കണ്ടാൽ ഒരു കരികേറാണ്. എന്നിട്ട് എന്താണ് പറയേണ്ടത് എന്നുള്ളത് ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങള് അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വസ്തുതാപരമായി കൊണ്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയും. ഒരു വസ്തുതയും ഇല്ലാണ്ടാണ്, ഒരു ഉഴുപ്പുമില്ലാണ്ട് എന്താ പറയുന്നത്? ചെറുപ്പളശ്ശേരി നഗരസഭയുടെ ഭരണം സ്തംഭിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റുമോ? കോൺഗ്രസുകാർക്ക് അത് പറയാൻ പറ്റും? അത് പറയണമെങ്കിൽ എന്ത് വേണം? ഈ സംസ്ഥാന ഗവൺമെന്റ് ഈ നഗരസഭയ്ക്ക് തരേണ്ട പദ്ധതി വിഹിതം, പ്ലാൻ ഫണ്ട് തന്നിട്ട് പറയണ്ടേ? അതല്ലാണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ട് ഇവിടെ തൂവെള്ള ഖദർ കുപ്പായവും ഇട്ടുകൊണ്ട് നഗരസഭയിൽ വന്നിട്ട് പൊറാട്ട് നാടകം കളിച്ചിട്ട് പോവാമെന്നാണ് അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും ചെറുപ്പളശ്ശേരിയിലെ ജനങ്ങളെ നിങ്ങൾക്ക് പൊട്ടന്മാരാക്കാൻ വേണ്ടി കഴിയില്ല. ചെറുപ്പളശ്ശേരി നഗരസഭാ യോഗമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയോ? ചെറുപ്പളശ്ശേരി നഗരസഭാ യോഗമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ തുടക്കമൊക്കെ വളരെ സമാധാനപരമാവും. പിന്നെ ഇപ്പൊ ഈ ചാനലുകാരെ കണ്ട പിന്നെ അവിടെ കാട്ടിക്കൂട്ടുന്ന വെപ്രാളവും അതുപോലെ തന്നെ പരവേശവും ഒക്കെ തന്നെ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ജനങ്ങൾ വളരെ പുച്ഛത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ പുച്ഛത്തോടു കൂടിയാണ് ജനങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരടിസ്ഥാനവും ഇല്ലാണ്ട് ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട ഭരണസമിതി യോഗത്തെ മുഴുവൻ തന്നെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നഗരസഭയുടെ ചെയർപേഴ്സൺ ഒരു വനിതയല്ലേ? ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ നഗരസഭയെ നടത്താൻ പ്രാപ്തിയുള്ള ഒരു വനിതയല്ലേ അവിടെ നമ്മുടെ നാട്ടിലെ ജനങ്ങള് ഭരണമേൽപ്പിച്ചിട്ടുള്ളത്? എന്തെല്ലാം തരത്തിലുള്ള വർത്തമാനങ്ങളാണ് നഗരസഭയിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു കൗൺസിലർ തന്നെ പറയാണ് അതൊക്കെ പള്ളി പോയി പറഞ്ഞോ എന്നുള്ളത്. അപ്പൊ ഈ പള്ളി എന്ന് പറയുന്നത് എന്താണാവോ? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അവന് എത്ര കണ്ട് ഈ പള്ളിയിൽ വിശ്വാസമുണ്ട്, എത്ര കണ്ട് മതത്തിൽ വിശ്വാസമുണ്ട്, എത്ര കണ്ടില് മുസ്ലിം വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് ഇവൻ പ്രതീക്ഷിക്കുന്നത്? പള്ളി പോയി പറയാൻ വേണ്ടി പറയാ? അതാണോ ഒരു ജനാധിപത്യ വേദിയിൽ ഉള്ള വർത്തമാനം? ഇത്തരത്തിൽ അല്പത്തം നിറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തുക, ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പറയുക, നഗരസഭയിൽ നടത്തേണ്ട നീതിപൂർവമായ ചർച്ചകൾ, അതിനാണ് ജനങ്ങൾ കാതോർത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അവിടെ വായ തോന്നിയത് പറഞ്ഞുകൊണ്ട് ലഹളണ്ടാക്കിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളല്ല. ഇതൊന്നും ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല. അപ്പോ മാധ്യമങ്ങളെയും ചാനലുകളെയും കണ്ടാൽ ചുവപ്പ് കണ്ട കാളയെ പോലെ വെപ്രാളമെടുക്കുന്ന കോൺഗ്രസുകാരും അതുപോലെ തന്നെ ലീഗുകാരും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.